നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട കോർട്ട് കോംപ്ലക്സ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമിൻ സെൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ഈശ്വരൻ എസ്, അഡ്വക്കേറ്റ് ജനറൽ ജാജ ബാബു, ഇരിങ്ങാലക്കുട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ലിയോ VS എന്നിവർ ആശംസകൾ നേർന്നു. ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് ശശികുമാർ PS നന്ദിയും പറഞ്ഞു. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ, മുൻ MLA പ്രൊഫസർ KU അരുണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. To inaugurate these two new court complexes today. I was very much looking forward to being in Kerala and sharing this important occasion with all of you. Unfortunately, given the flood situation in parts of the state, I could not travel to your beautiful state. Therefore, first of all, I express my deepest condolences to all those who have suffered very losses in the floods. My thoughts are with the families who are going through this difficult time. To everyone affected by this natural calamity, I extend my strongest wishes for your safety, strength and recovery. Though I regret that I cannot be with you in person today, thanks to technology that has made it possible for me to join virtually and share this important occasion with you. I am also hopeful that once the situation improves, I will get to visit Kerala very soon and meet the people, members of the bar and distinguished judges on the bench and learned judicial officers. But there is also much to be optimistic about today, because we are inaugurating two new court complexes, which is an occasion of great significance for the people of this region. And the timing makes it even more special. The auspicious month of Chingam had just begun a day ago, the month that brings with its warmth, happiness and spirit of honor. എടമുട്ടം ആസ്ഥാനമായുള്ള ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സംരംഭമായ ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ നവീകരിച്ച ഇരിങ്ങാലക്കുട ലിങ്ക് സെന്ററിന്റെ സമർപ്പണം ആഗസ്റ്റ് 21 വെള്ളിയാഴ്ച അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA നിർവഹിക്കുമെന്ന് പ്രസിഡന്റ് തോംസൺ VJ, സെക്രട്ടറി സതീഷ് K എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലിയേറ്റീവ് ഫിസിയോതെറാപ്പിയിൽ ഇലക്ട്രോതെറാപ്പി, ജിം ഏരിയ, ഫങ്ഷണൽ ട്രെയിനിംഗ് തുടങ്ങിയ രീതിയിലുള്ള ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റാണ് നടത്തിവരുന്നത്. ഫിസിയോതെറാപ്പിയിൽ കൂടുതൽ ഉപകരണങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയാണ് ലിങ്ക് സെന്ററിന്റെ നവീകരണം പൂർത്തീകരിച്ചിട്ടുള്ളത്. 1300ഓളം രോഗികൾക്ക് ഇവിടെ നിന്നും സൗജന്യമായി സേവനം നൽകി വരുന്നുണ്ട്. ട്രഷറർ പ്രമീള അശോകൻ, OS വർഗീസ്, പോൾ, സ്റ്റാഫ് ഇൻചാർജ് ഷൈജി ജോസ്, ഫിസിയോതെറാപ്പിസ്റ്റ് അർജുൻ അശോക് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. വേദനിക്കുന്നവരും വിഷമിക്കുന്നവരുമായ ഇരിങ്ങാലക്കുട ബ്ലോക്കിലുള്ള വ്യക്തികൾക്ക് സാന്ത്വന പരിചരണം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. അതോടൊപ്പം തന്നെ സ്ട്രോക്ക് മൂലം അതേപോലെ മറ്റുള്ള അവസ്ഥാവിശേഷങ്ങളിലൊക്കെ ചലന പരിമിതി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവർക്ക് വീണ്ടും അവരെ ഒരു പുനർജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ആൾക്കാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. പേഷ്യൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോൾ കുറേ പേര് വിട്ടുപോയി. 1300 പേഷ്യൻസേ ഉള്ളൂ. ഡീറ്റെയിൽസൊക്കെ സ്റ്റാഫ്, ഞങ്ങളുടെ നേഴ്സിംഗ് സൂപ്രണ്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഈ മീറ്റിംഗ് വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 21-ാം തീയതി ഞങ്ങൾ 14 വർഷത്തിൽ കടക്കുകയാണ്. ഞങ്ങളുടെ സ്വന്തമായി ബിൽഡിങ്ങിൽ തന്നെ ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഡെവലപ്പ് ചെയ്തുകൊണ്ട്
ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് ഉള്ള സൗകര്യങ്ങൾ കൂടുതലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അത്രമാത്രം ഫിസിയോ പേഷ്യൻസാണ് നമ്മുടെ ഇടയിൽ ഇന്നുള്ളത്. ഒരുപാട് സക്സസ് സ്റ്റോറീസ്, ഏകദേശം 200ഓളം കൂടുതൽ സക്സസ് സ്റ്റോറീസ് നമ്മുടെ സെൻറ്ററിൽ നിന്നുണ്ടായിട്ടുണ്ട്. തികച്ചും ദുർഘടമായ അവസ്ഥയിൽ എയർപോർട്ടിലൊക്കെ 3 പേരുടെ പല സഹായത്താൽ ഒക്കെ എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്തിയിട്ടുള്ള പേഷ്യൻസ് വരെ ഇന്ന് കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ചെയ്യുന്ന സുനിൽ ഉൾപ്പെടെയുള്ള കുറേ പേഷ്യൻസ് ഉദാഹരണങ്ങളാണ്. അവർക്കൊക്കെ വേണ്ട രീതിയിൽ പലതും ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 21-ാം തീയതി ഞങ്ങളുടെ സ്റ്റാഫും അതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള വളണ്ടിയേഴ്സും അതുപോലെ പത്രമാധ്യമ സുഹൃത്തുക്കളും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വെൽവിഷേഴ്സ്, അത് ഒരുപാട് പേരുണ്ട്. ആ വെൽവിഷേഴ്സും എല്ലാവരും ഒരുമിച്ച് കൂടി 21-ാം തീയതി ഓണം ആഘോഷിക്കുകയാണ്. ആ മഹത്തായ സുദിനത്തിൽ നമ്മുടെ MLA ആയിരുന്ന, ഇപ്പോഴും MLA ആയിരിക്കുന്ന തോമസ് ഉണ്ണിയാണ് സാറിന് ഞങ്ങൾ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വാർഡ് കൗൺസിലർ. ഇരിങ്ങാലക്കുട സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണവിപണി സെന്റ് തോമസ് കത്തീഡ്രൽ കോംപ്ലക്സിൽ ബാങ്ക് പ്രസിഡന്റ് വിജയൻ ഇളയടത്ത് ഉദ്ഘാടനം ചെയ്തു. മുകുന്ദപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ബിജു ഡി കുറ്റിക്കാട് മോഹനൻ മടത്തിക്കരയ്ക്ക് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി ജിഷ KG, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സഹകരണ വകുപ്പ് എല്ലാ കാര്യങ്ങളും, ക്രെഡിറ്റ് സെക്ടർ മാത്രമല്ല, എല്ലാ മേഖലയിലും ഇടപെട്ട് ഓണവിപണിയിൽ ഉണ്ടാകുന്ന വില നിലവാരം പിടിച്ചു നിർത്താനായിട്ട് കൺസ്യൂമർ ഫെഡ് മുഖേന നമ്മൾ 13 ഐറ്റംസാണ് നൽകുന്നത്. നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന പഞ്ചസാരയുടെ വില 33 രൂപയ്ക്കാണ് പഞ്ചസാര നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ 13 തരം ഐറ്റംസിന് 1060 രൂപ എന്ന റേറ്റിലാണ് നൽകുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.